So imagine having a YouTube channel for 5 years and having 6K subscribers but not monetized yet. ഇങ്ങനൊരു സിറ്റുവേഷനിലേക്കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു അൻസിയ വിത്ത് ആയിഷ. നിങ്ങളൊരു സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് യു ടു റിപ്പീറ്റ് ദീസ് മിസ്റ്റേക്സ് ദാറ്റ് ഐ ഹവ് ഡൺ ഫോർ 5 years. ആൻഡ് ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റ് വീഡിയോ ഒന്നുമല്ല. ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് യു ടു റിപ്പീറ്റ് ദീസ് മിസ്റ്റേക്സ്. ബിക്കോസ് എല്ലാവർക്കും ഉള്ളതാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം, ക്രിയേറ്റർ ആവണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ചില മിസ്റ്റേക്സ് കൊണ്ട് പാഷനിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരാൻ പറ്റൂല ചില സമയത്ത്. സോ ഇന്നലെ ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ നോക്കുന്ന സമയത്ത് ഐ വാസ് വണ്ടേർഡ് ലൈക്ക് 6K സബ്സ്ക്രൈബേഴ്സ് ആയി എൻ്റെ യൂട്യൂബ് ചാനലിൽ, ബട്ട് നോട്ട് മോണിറ്റൈസ്ഡ് യെറ്റ്. പെട്ടെന്നൊരു സാധനം ഹിറ്റ് ചെയ്തു, ലൈക്ക് 6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. വൈ? പല സമയത്തും ഒരു യൂട്യൂബ് ചാനലുണ്ട്, 6K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ കുറേ പൈസ ഒക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല, ഞാൻ ഇവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. സം കൈൻഡ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് വന്നുപോയി. ബട്ട് ഇറ്റ് വാസ് ഓക്കെ ബിക്കോസ് ഞാൻ ആ സമയത്ത് ഒരു തെറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് മിസ്റ്റേക്ക് വാസ് നെവർ മൈ എഡിറ്റിംഗ്, വാസ് നോട്ട് ഹാവിങ് എ ക്യാമറ, നോട്ട് ഹാവിങ് എ നീഷ്. ഇറ്റ് വാസ് മൈ ഇൻകൺസിസ്റ്റൻസി. ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. സോ നിങ്ങളൊരു സ്മോൾ യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഐ ഡോണ്ട് വോണ്ട് യു ടു റിപ്പീറ്റ് ദീസ് മിസ്റ്റേക്സ്. സോ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി പറയാന്നുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ദിസ് ചാനൽ ഇൻ 2021. ഈ കൊറോണയുടെ സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നുണ്ടായിരുന്നു. അതിന് ഷോർട്സ് ഇല്ല, വീഡിയോസ് മാത്രമേ ഉള്ളൂ. അന്നത്തെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4,000 വാച്ച് അവേഴ്സ് ആണ്. ഷോർട്സ് അല്ല, ഞാൻ ചെറിയ ലെങ്ത്തുള്ള വീഡിയോസ് മാത്രമേ ഇട്ടുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് അപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ലൈക്ക് ഭയങ്കര പാഷനൊക്കെ ആയിരുന്നു. യൂട്യൂബ് പൈസ കിട്ടുമെന്ന് അറിയാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം ആ സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡിൻ്റെ സമയമാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെയിൻറ്റിങ്, പിന്നെ സ്കെച്ചിങ്, അതുപോലെ കമ്മീഷൻഡ് സ്കെച്ചസ് ഒക്കെ എടുക്കായിരുന്നു. പിന്നെ ചായപ്പൊടി, അങ്ങനെ കുറേ യുണീക്ക് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ആൻഡ് അതൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നേ നോക്കി കാണും. പക്ഷേ അവിടെ ഉണ്ടായ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ വേഗത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അതായത് ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഓക്കെ ആയി, മോണിറ്റൈസേഷൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഓക്കെ ആയി പെട്ടെന്ന് തന്നെ. ഞാൻ വിചാരിച്ചിട്ടില്ല ഫട്ടാഫട്ടായിട്ട് ഇങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ബട്ട് ഐ ഗോട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ഇൻ ജസ്റ്റ് 1 month. ആൻഡ് ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് ഭയങ്കര ഈസിയാണല്ലേ, പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടും, അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി. പിന്നെ വീഡിയോ ഇടലുണ്ടായിരുന്നു, കുറച്ചൊക്കെ വീഡിയോ ഇട്ട് ആ വീഡിയോക്കൊക്കെ 24K അങ്ങനെയൊക്കെ വീഡിയോ വ്യൂസ് വരാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് 2021 ഞാൻ കോളേജിൽ ചേർന്നത്. കോളേജിൽ ചേർന്നപ്പോൾ ഇതിനോടുള്ള ആ സംഭവമൊക്കെ പോയി. അന്ന് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോണെന്ന് പറയുന്നത് റെഡ്മീൻ്റെ ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫോണാണ്. ആ വീഡിയോയിൽ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, വലിയ ക്വാളിറ്റി ഇല്ലാത്തൊരു ഫോണാണ്. ആൻഡ് ഞാൻ എൻ്റെ മുത്തമ്മാൻ്റെ ഫോണിൽ നിന്നൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ പാട്ട് പാടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാട്ട് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടൊന്നും പാടാൻ പാടില്ല, അങ്ങനെ മ്യൂസിക് ഇട്ടിട്ടായിരുന്നു ഞാൻ കൂടുതൽ വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനത് ഒഴിവാക്കി, ലൈക്ക് മ്യൂസിക് വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ആക്കി. പിന്നെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു, പാട്ടൊക്കെ പാടാം, അയ്യോ പാട്ടൊക്കെ പാടിയാൻ തൊട്ട് അതൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ കോളേജിൽ കയറി. പിന്നീട് 3 വർഷത്തേക്ക് എന്നെ പിന്നെ നോക്കണ്ടല്ലോ, 3 വർഷം കോളേജ് അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ടില്ല, ലൈക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, അല്ലെങ്കിൽ അങ്ങനെ ആവണം, ഒരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊക്കെയുള്ള സംഭവമൊക്കെ മാറി. പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള മൈൻഡായി. പിന്നെ ഞാനത് ഒഴിവാക്കി. അത് കഴിഞ്ഞ് എൻ്റെ കോളേജ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് അല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്നുകൂടി ഞാൻ ഗ്രോ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് യൂട്യൂബിലും കൂടി ഇടാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് വ്യൂസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഐ വാസ് ഹാപ്പി. ചെറുങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 1000 വ്യൂസ് കിട്ടുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഞാൻ അത്രയും ഗ്യാപ്പ് എടുത്തിട്ടും എൻ്റെ വീഡിയോസിന് 1000 വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് പറയുമ്പം ഇറ്റ് ഈസ് സോ ഗ്രേറ്റ്. സോ ഞാൻ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് തുടങ്ങി. പിന്നെയും ഞാൻ മതിയാക്കി. ഒരു 3 മാസം ഞാൻ വീഡിയോ ഇട്ടു, പിന്നെയും ഞാൻ മതിയാക്കി. അന്നേരം വർക്കിന് പോകുന്നുണ്ടായിരുന്നു. വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ഇടില്ല. പിന്നെ ആ സമയത്ത് ഷോർട്സൊക്കെ വന്നു, ഷോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ വന്നു. പിന്നെ ഷോർട്സ് ഇടാൻ തുടങ്ങി ഞാൻ ചെറുങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, ഞാൻ എന്തിനത് തുടങ്ങിയെന്ന് എനിക്കൊരു
ഒരു തോട്ട് വന്നു, ഞാൻ എന്തിനത് തുടങ്ങിയ. ഇറ്റ് വാസ് മൈ പാഷൻ അല്ലേ, വീഡിയോ എടുക്കണം, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് അന്നോട്ട് ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങി. ലൈക്ക് ഇപ്പോഴും ഞാൻ കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം വീഡിയോ ഇട്ട് പിന്നെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 മാസത്തേക്ക് നമ്മൾ ഡിസപ്പിയർ ആകാൻ പാടില്ല. കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ക്വാളിറ്റിയുള്ള വീഡിയോസ്, ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണം. അത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുപോലെ അങ്ങനെ എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ ഞാൻ ബ്രേക്ക് ചെയ്തു, എൻ്റെ കൺസിസ്റ്റൻസിക്ക് ഞാൻ ബ്രേക്ക് ചെയ്തു. എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഐ എം ബീങ് കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. അന്ന് ആ ഒരു വീഡിയോ ഇട്ട് പിന്നെ ഒരു 4 months ഞാൻ അങ്ങോട്ട് വാനിഷ് ആയി. പിന്നെ എന്നെ കണ്ടിട്ടില്ല ഒരാൾക്കാരും. ആൻഡ് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്. സോ ഇവിടെ വരെ ഞാൻ എത്തിയിരിക്കുന്നത്. നൗ ഐ ഹാവ് 6K+ subscribers. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ഓഫ് യു. ഓക്കെ, സോ ദ മിസ്റ്റേക്സ് ഐ ഹവ് ഡൺ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഈ സ്മോൾ ക്രിയേറ്റേഴ്സ് ഒക്കെ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരാണ്. അതൊന്നും എൻ്റെ ക്യാമറ ശരിയില്ല, എൻ്റെ യൂട്യൂബ് അൽഗോരിതം ശരിയില്ല, എൻ്റെ വീഡിയോസ് ശരിയില്ല, എൻ്റെ ക്വാളിറ്റി ശരിയില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്യുക. ബട്ട് ഡിഡ് യു എവർ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളെ ബ്ലെയിം ചെയ്യണം എന്നല്ല, ബട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ശരിക്കും അതൊന്നും ആയിരുന്നില്ല പ്രോബ്ലം. ശരിക്കും എന്നുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലായിരുന്നു. ലൈക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. അതായത് എൻ്റെ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, ഒന്ന്, വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ. അതായത് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ, ഒരു സംഭവം ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കും. പക്ഷേ യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫെയ്ഡ് ആവും. ലൈക്ക് അത് വരും പോകും അങ്ങനെയാണ്. ബട്ട് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എന്തായാലും സക്സസ് ആവും. നമ്മൾ ഈ കാണുന്ന സക്സസ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഡിസിപ്ലിനോടെ അവർക്ക് എന്താണ് വേണ്ടത് അതിലവർ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കാണിച്ചുകൊണ്ടാണ്. സോ നെവർ എവർ വെയിറ്റ് ഫോർ മോട്ടിവേഷൻ. സോ ദ സെക്കൻഡ് മിസ്റ്റേക്ക് ഐ ഹവ് ഡൺ ഇസ് കമ്പയറിങ് മൈ സെൽഫ്. ലൈക്ക് ആ സമയത്തും ഭയങ്കരമായിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പാട്ട് പാടാൻ ഞാൻ പറ്റില്ല. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പാട്ടുപാടി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ കാണുമ്പോൾ അത് അത്ര രസമില്ല. ലൈക്ക് ആൾക്കാരൊക്കെ മറ്റേ ഈ നമ്മളെ സ്റ്റുഡിയോ പോയിട്ടൊക്കെ അല്ലേ വീഡിയോ എടുക്കുക. അപ്പം ഞാൻ ഈ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യും. ലൈക്ക് ഹൗ? അത് അവരുടെ 100ാമത്തെ സ്റ്റെപ്പായിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തായിരിക്കും? നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നോടായിരിക്കും. സോ നെവർ കമ്പയർ യുവർ സെൽഫ്. ഞാനത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ തേർഡ് വീഡിയോ ഈസ് ഓവർ തിങ്കിങ് എവ്രി വീഡിയോ. ലൈക്ക് എവ്രി ഐഡിയ. എനിക്ക് കുറേ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ചിന്തിക്കും ഇതങ്ങനെ ഒന്നാവുന്നില്ല. ലൈക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാണല്ലോ, അത് അപ്പോൾ ചെയ്താൽ അപ്പോൾ ഷൂട്ട് ചെയ്യുക. ഇല്ലാണ്ടെങ്കിൽ ആ ഐഡിയ ഇങ്ങനെ എക്സ്പയർ ചെയ്ത് പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അതിങ്ങനെ ചെയ്തു. നോ, ഡോണ്ട് ഓവർ തിങ്ക്, ജസ്റ്റ് ഡു ഇറ്റ്. ദ ഫോർത്ത് മിസ്റ്റേക്ക് ഈസ് വ്യൂസ് കിട്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടൽ സ്റ്റോപ്പ് ചെയ്യും. എൻ്റെ മോട്ടിവേഷൻ പോവും, എൻ്റെ അക്ക പോവും. അപ്പം ഞാൻ വ്യൂസ് കുറവാണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനില്ല. വ്യൂസ് പറയുമ്പോൾ പിന്നെ അത് തന്നെ ചിന്തിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി ഭയങ്കര മോശമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. വ്യൂസ് ഒന്നും കിട്ടണമെന്നില്ല, യൂട്യൂബ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ വെച്ചിട്ട് ഞാൻ മതിയാക്കും. അതെന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ്. നമ്മൾ ഈ കാണുന്ന വലിയ വലിയ ക്രിയേറ്റേഴ്സും ഒക്കെ ഫസ്റ്റ് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയ ആൾക്കാരൊന്നും അല്ല. അവരിങ്ങനെ ഇട്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും അവരുടെ വൈറലാവാം. ലൈക്ക് ഇപ്പം നമ്മളുടെ വീഡിയോ നമ്മളിപ്പോൾ 100 ഇട്ട് കഴിഞ്ഞാൽ 101ാമത്തെ ആയിരിക്കും ചിലപ്പോൾ വൈറലാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒന്ന് ക്ലിക്കാവാൻ പോണത്. സോ വ്യൂസ് കുറവാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതോ നിങ്ങൾ നിർത്തരുത്. ഞാനിപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു, ഒരു 4-5 മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു. ഇതെങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു വർഷം ഉണ്ടല്ലോ 2026, ഈ വർഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് എനിക്ക് എന്തായാലും ഈ വർഷം നല്ല 2025 ലാസ്റ്റ് തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഞാൻ കൊച്ചിയിലേക്ക് മൂവ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് ഞാനിപ്പം ഞാൻ പഠിച്ച പ്രൊഫഷൻ അല്ല, ഞാൻ കോളേജിൽ പഠിച്ച പ്രൊഫഷൻ അല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പഠിച്ച കോഴ്സ് അല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ്. ഞാൻ ആ സമയത്ത് എൻ്റെ യൂട്യൂബ് വിട്ടിട്ട് എൻ്റെ സ്റ്റഡീസിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ
ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് പിന്നെയും എൻ്റെ ആ ഒരു പാഷനിൽ തന്നെയാണ്. സോ ദിസ് ഈസ് മൈ പാഷൻ. സോ ഈ ഒരു വർഷം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, വേറെ ഒന്നിലേക്ക് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഈ വർഷം ഞാനത് മോണിറ്റൈസ് ആക്കും എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഞാൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി വരാണ്. മാഷാഅല്ലാ കുറേയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് കയ്യിൽ നിന്ന് പോയി പോകും. എന്നാലും ഞാൻ പിന്നെയും വരും. അങ്ങനെ ചെയ്ത് ഞാൻ വരും. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ അത് 300, 400, 500 വ്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ 1K വ്യൂസ് ആവട്ടെ, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ആ ഒരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സോ ഇതുവരെ എത്തി. ഇൻഷാ അല്ലാ എന്തായാലും ഈ ഒരു വർഷം നമുക്ക് മോണിറ്റൈസ് ആക്കാൻ പറ്റും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു സ്റ്റോറി കേട്ടല്ലോ, നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഒരു കരിയർ ആക്കണം, അതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതായത് പാഷൻ ഉണ്ട്, ബട്ട് ദർ ഇസ് സംതിങ് എൽസ് അല്ലേ. പേയ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ മോണിറ്റൈസ് ആവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാ ആൾക്കാരും യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സോ 10, 500 അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെവർ ക്വിറ്റ്. ബിക്കോസ് ഓൾസോ ഡോണ്ട് ഡു ദീസ് മിസ്റ്റേക്സ്. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് ചെയ്യുക. ലൈക്ക് ഇനിയിപ്പം ഒരു നീഷ് പിക്ക് ചെയ്യുക. ദെൻ ഇനിയിപ്പം നീഷില്ല, ഹുക്കില്ല ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണോ, നിങ്ങൾ ഒതൻറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ സെൽഫ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ കാണിക്കുക. സോ കുറേ ആൾക്കാർ നിങ്ങൾ എന്തായാലും കാണും. ആൻഡ് യൂട്യൂബ് വിൽ പുഷ് യു. ഓക്കെ, സോ ബി കൺസിസ്റ്റൻറ്റ്. അതാണ് നമ്മൾ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ പ്ലീസ് ഡു ഇറ്റ്. ഇപ്പം നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സോ വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ മെഷർ ചെയ്തത്. മേ ബി നിങ്ങളിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരുപാട് സ്കിൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതായത് എഡിറ്റിങ്, അതുപോലെ പബ്ലിക് സ്പീക്കിങ്, അതുപോലെ എന്താ പറയുക സ്ക്രിപ്റ്റിങ്, അതൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന സ്കിൽസാണ്. സോ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ബ്ലൂം ചെയ്യാൻ പറ്റിയിട്ടില്ലാണ്ടെങ്കിലും ഈ ഒരു സ്കിൽസ് ഉണ്ടല്ലോ, ദാറ്റ് ക്യാൻ ബ്ലൂം യു ഫോർ എവർ. ഈ സ്കിൽസൊക്കെ നിങ്ങൾ എന്തായാലും ഫോർ എവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മോണിറ്റൈസേഷൻ മാത്രമല്ല സക്സസ്, യു ആർ ബിൽഡിങ് സോ മെനി സ്കിൽസ്. സോ ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു തന്നെ എവിടെ എത്തിയെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് യാ, ദ തിങ് ഇസ് ബി കൺസിസ്റ്റൻറ്റ്. ഞാനിപ്പോഴും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, ബട്ട് ഐ എം സ്റ്റിൽ ഹിയർ ഹോപ്പിംഗ് ഐ വിൽ മോണിറ്റൈസ് ദിസ് ഇയർ ഓർ ദിസ് മന്ത്. ഞാൻ വിചാരിച്ച എനിക്ക് ഈ മാസം ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആക്കാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ്. ഞാൻ വിചാരിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട്, ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആവാത്തത്. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ല. ഞാൻ വീഡിയോ എടുത്ത് വെക്കും, പക്ഷെ ഞാൻ ഒരിക്കലും എഡിറ്റ് ചെയ്യില്ല. അതൊക്കെ എൻ്റെ മടിയാണ്. അതൊക്കെ ഞാൻ ശരിയാക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളൊരു സ്മോൾ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറ്റും. ലൈക്ക് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഞാനും ജസ്റ്റ് സ്ക്രാച്ച് നിന്ന് തുടങ്ങിയ ആളാണ്. ഞാൻ ഇതിങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചുണ്ടാക്കിയ വീഡിയോ അല്ല. ഐ നോ ദർ ആർ സോ മെനി ക്രിയേറ്റേഴ്സ്, സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹു ആർ ഹോപ്പിംഗ് ടു ഗെറ്റ് മോണിറ്റൈസ്ഡ് ഇൻ യൂട്യൂബ് ആൻഡ് ബിക്കം someone or യുനോ എല്ലാ ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവില്ലേ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ലെവലിൽ എത്തണമെന്ന്. ഇൻഷാല്ലാ എല്ലാവർക്കും പറ്റും. യു ജസ്റ്റ് വാണ്ട് ടു ബി കൺസിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണം അങ്ങനെയല്ല. ബ്രേക്ക് ആക്കി പോയത് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ അടുത്ത വീഡിയോ വരണം. അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3 days നിങ്ങൾ ഷോർട്സ് ഇടണം. അല്ലാണ്ടെങ്കിൽ ഒരു വീക്ക്ലി വൺസ് നിങ്ങളൊരു ലോങ് വീഡിയോ ഇടണം. സോ നിങ്ങളൊരു സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക ഹൗ മെനി സബ്സ്ക്രൈബേഴ്സ് യു ഹാവ്. നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻസിൽ നിങ്ങൾ പറയണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ദിസ് സ്റ്റോറി ഓഫ് മൈൻ give you something to make a hope on. So inshallah, thank you for watching.